നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. വാലന്റൈൻസ് ഡേയുടെ തലേനായ ഇന്ന് നമ്മൾ കിസ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കിസ് ഡേ കുറച്ചുകൂടെ മനോഹരമാക്കിയാലോ? അതിനായിട്ട് ഒരു കിസ് ഡേ സ്പെഷ്യൽ കാർഡാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ കാർഡ് തയ്യാറാക്കുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. കളർ പേപ്പർ, ഫോം ഷീറ്റ്, കത്രിക, ഗിൽറ്റ് പൗഡർ, പശ എന്നിവയാണ് ഇത് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കറുത്ത കളറിലുള്ള പേപ്പർ എടുക്കുക. അത് രണ്ടായിട്ട് മടക്കാം. ഇവിടെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിന്റെ അകത്തായിട്ട് ഓറഞ്ച് കളറിലുള്ള പേപ്പർ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പേപ്പറിലും ചെറിയ പേപ്പർ ആയിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതിലെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് തുറക്കുമ്പോൾ ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ 4 സൈഡിലും ഒരു ഫ്രെയിം പോലെ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഗിൽറ്റുള്ള ഒരു പച്ച കളർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. സ്കെയിലും പെൻസിലും വെച്ച് ചെറുതായിട്ടൊന്ന് വരച്ചതിന് ശേഷമാണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 എണ്ണം നമുക്ക് വേണം. ഇവിടെ 4 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. 4 സൈഡും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം പശ വെച്ച് ഒട്ടിക്കാം. ഇതിൻ്റെ 4 സൈഡിലും നീണ്ടിരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് ചുവന്ന നിറത്തിലുള്ള ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് എടുക്കുക. അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം. എന്നിട്ട് ഇതിൽ ഒരു ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുക്കുക. ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ ഹാർട്ട് ഷേപ്പാണ്. ഇങ്ങനത്തെ 2 എണ്ണം നമ്മൾ വെട്ടിയെടുക്കണം. ഇനി ഇത് നമുക്ക് ഈ പേപ്പറിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ചുണ്ടിന്റെ ആകൃതി പോലെ തോന്നിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ? ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ടും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും ഒരു വലിയ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് എടുത്ത് അത് വീണ്ടും ഹാർട്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം പശ ഒരു പേപ്പറിലേക്ക് എടുക്കുക. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ എഴുതാനുള്ള വിഷസ് എഴുതി കൊടുക്കാം. പശ വെച്ച് മുഴുവൻ എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഗിൽറ്റ് പൗഡർ എടുക്കാം. ഇത് നമുക്ക് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പശയുടെ മുകളിൽ ഇതിടുമ്പോൾ അതിനകത്ത് ഇത് ഉറച്ചിരുന്നോളും. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് കമഴ്ത്തി കളഞ്ഞാൽ മതിയാകും. അപ്പോൾ ആവശ്യമുള്ളത്ര ഗിൽറ്റ് അതിനകത്ത് ഇരിക്കും. ഇതുപോലെ തന്നെ താഴെയും നമുക്ക് ബാക്കി എഴുതി കൊടുക്കാം. അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പെയിന്റ് ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിന് വിഷസ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ താഴത്തെ 2 സൈഡിലായിട്ട് ഇതുപോലെ ചെറിയ 2 ഹാർട്ട് ഷേപ്പ് ഫോം ഷീറ്റ് ഉപയോഗിച്ച് തയ്യാറാക്കി ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതിനകത്ത് വിഷസ് എഴുതി കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വെട്ടി വെച്ചിരുന്ന ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ബാക്കി ഭാഗം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുക്കാം. പുറകിലത്തെ ഭാഗം ബ്ലാങ്ക് ആകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കിസ് ഡേ സ്പെഷ്യൽ കാർഡ് ഇവിടെ തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ഗിഫ്റ്റിൻ്റെ ഒക്കെ ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സമ്മാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.